അങ്ങനെ കാലത്തന്നെ കുളിച്ച് ഡ്രസ്സ് മാറി നേരെ വർക്കിന് ഇറങ്ങി. ഒന്നാമതേ നേരം വൈകി. ട്രാക്കിൻ്റെ അവിടെ എത്തുമ്പോൾ ബ്ലോക്ക് ആവില്ലേ പ്രാർത്ഥിച്ച്. പക്ഷെ എന്താ കാര്യം, അവിടെ എത്തിയപ്പോൾ നല്ല ബ്ലോക്ക്. അങ്ങനെ നമ്മൾ നേരെ ബൈത്തൽ ബാൽസിക്ക് വിട്ടു. ഇടയ്ക്ക് സ്റ്റേജിൽ പണി ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം കുറച്ച് പണി ഉണ്ടായിരുന്നുള്ളൂ, കാരണം അവിടെ പൂജാരി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പൂജാരിയുടെ ഇഷ്ടം അതാണെന്ന് വെച്ചാൽ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു. സ്റ്റേജിൽ അമ്മയുടെയും അച്ഛൻ്റെയും പറനടക്കലും വിളക്കെത്തിക്കലും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ താലക്കാരായി പെണ്ണിനും ചെക്കനും സ്വീകരിക്കാൻ പോയി. സ്വീകരിക്കലൊക്കെ കഴിഞ്ഞ് താലം താഴെ ഇറക്കി വെച്ച് അവരെ വലമയ്ക്കലും കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടിറങ്ങി. അപ്പോഴാണ് ഓർമ്മ വന്നത്, സദ്യ കഴിക്കാൻ മറന്നു. കല്യാണത്തിൽ വന്നിട്ട് സദ്യ കഴിക്കാണ്ടിരുന്ന അതും മോശമാണല്ലോ. അപ്പം അങ്ങനെ നേരെ പോയി സദ്യ കഴിച്ച്. അടുത്ത് നമ്മൾ പോകുന്നത് എടപ്പാളിലെ ഓഫീസിലേക്കാണ്. അക്കിക്കാവ് വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മുഖത്തൊരു ഷാൾ കെട്ടിയിട്ടും വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല. ഓഫീസിലെത്തിയപ്പോൾ ദേണ്ടിരിക്കുന്ന ശരത്തേട്ടൻ പുറത്ത്, ഉള്ളിൽ വേറെ 2 ക്ലയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ സാദിയിലേക്ക് വന്ന്. അങ്ങനെ കടയ്ക്ക് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് ഇറങ്ങി. ആദ്യം പോയത് ഫുഡ്സ് മേടിക്കാനായിരുന്നു. അങ്ങനെ അവിടെ നേരെ പോയത് PVCക്കാണ്. PVCന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിരുന്നു. ആ സാധനങ്ങൾ മേടിച്ച് തിരിച്ചു വന്നപ്പോൾ കടത്ത് ബംഗാളി ചോദിക്കുക, എന്താ ചേച്ചി വീഡിയോ എടുക്കുകയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വലിയ യൂട്യൂബർ ആടാന്ന്. എവിടുന്ന്, യൂട്യൂബിൽ ആകെ 2 വീഡിയോ ഉള്ളതെന്ന് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോഴാണ് ചെക്കന്മാർ പറഞ്ഞു, ചേച്ചി ഈ കടയിൽ ഐസ് ക്യൂബ് ഇല്ല. അങ്ങനെ നേരെ ഐസ് ക്യൂബ് മേടിക്കാൻ EP സൂപ്പർ മാർക്കറ്റിൽ പോയി. യോഗട്ടിക്ക് നല്ല ഇഷ്ടമാണ്. അത് കാരണം ആദ്യം പോയി ഒരു 15 രൂപയ്ക്ക് ഒരു യോഗട്ട് മേടിച്ച്. പണിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ രേഖാചിത്രം ബാക്കി കാണണ്ടായിരുന്നു. അതും കണ്ട് ഞാൻ കിടന്നുറങ്ങി.